നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ LDFന് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ് ABP ന്യൂസിന്റെ സർവേ ഫലം. UDFനാവട്ടെ 17 മുതൽ 19 വരെ സീറ്റുകളും NDAക്ക് 1 മുതൽ 3 വരെ സീറ്റുകളും ABP ന്യൂസ് പ്രവചിക്കുന്നുണ്ട്. തൃശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കും എന്ന് തന്നെയാണ് സർവേ ഉറപ്പിച്ചു പറയുന്നത്. കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നുള്ള ABP ന്യൂസിന്റെ ഈ സർവേ ഫലം അത് വളരെ അതിശയോക്തിയോടുകൂടി തന്നെയാണ് ഇന്നലെ മലയാള മാധ്യമങ്ങൾ ഒന്നടങ്കം വിശകലനം ചെയ്തത്. മാത്രമല്ല, ഇടതുപക്ഷ അനുഭാവികളുടെ ഭാഗത്തു നിന്നും നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഇതിനെ പുച്ഛിച്ച തരത്തിലുള്ള ചില കമന്റുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്തായാലും ഈ ഒരു പ്രവചനം അതൊരിക്കലും സാധ്യമാകില്ല എന്നൊന്നും നമുക്ക് വാദിക്കാൻ സാധിക്കില്ല. കാരണം മുൻപിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്, പ്രത്യേകിച്ചും ത്രിപുരയും ബംഗാളും. കാരണം 2% മാത്രം വോട്ട് വിഹിതം ഉണ്ടായിരുന്നുള്ളൂ ത്രിപുരയിൽ BJPക്ക്. പക്ഷേ അവിടെ BJP തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി 2ാം സ്ഥാനത്ത് എത്തുന്ന ഒരു കാഴ്ച പിന്നീട് കാണാൻ സാധിച്ചു. അതേസമയം തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ത്രിപുരയിൽ 20% വോട്ട് വിഹിതം ഉണ്ടായിരുന്നു. അവർക്ക് ഇന്ന് ത്രിപുരയിൽ ഉള്ളത് 3% മാത്രമാണ്. ഇവിടെയൊക്കെ BJP ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം അത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കുകളും അതിനോടൊപ്പം തന്നെ അതിൽ കൂടുതലായി ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കുകളിലും കടന്നു കയറിക്കൊണ്ട് തന്നെയായിരുന്നു. അടുത്ത സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. നമുക്കറിയാം 40%-ലധികം വോട്ട് വിഹിതവുമായി 3.5 പതിറ്റാണ്ടോളം പശ്ചിമ ബംഗാൾ ഭരിച്ചിട്ടുണ്ട് ഇടതുപക്ഷം. CPMന് പശ്ചിമ ബംഗാളിൽ ഭരണം നഷ്ടമായത് ഒരു നന്ദിഗ്രാമിന്റെ പേരിലാണ് എന്ന് മാത്രം നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. മറിച്ച് കാലങ്ങളായുള്ള അമർഷമാണ് അവിടെ പ്രതിഫലിച്ചത്. CPM ഇന്ന് സംസ്ഥാന പാർട്ടി പോലും അല്ല പശ്ചിമ ബംഗാളിൽ എന്ന് ഓർക്കണം. വെറും 4.7% മാത്രമാണ് നിലവിൽ പശ്ചിമ ബംഗാളിൽ CPMനുള്ള സീറ്റ് വിഹിതം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു സംസ്ഥാനത്തും ഒരു പാർട്ടിക്കും പെട്ടെന്ന് ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു വളർച്ച ഉണ്ടാകുക സാധ്യമല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കോൺഗ്രസിന്റെ പരമാവധി വോട്ട് ബാങ്കുകൾ അവർ 2014 മുതൽ തന്നെ ചോർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസിൽ നിന്നും എത്ര BJPക്ക് ലഭിക്കുമോ അതിന്റെ പരമാവധി അവർ ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇക്കുറി താമര വിരിയുകയാണെങ്കിൽ തീർച്ചയായും നരേന്ദ്രമോദി ഉൾപ്പെടെ നന്ദി പറയേണ്ടത് കേരളത്തിലെ CPM അനുഭാവികളോട് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ മോദി എന്ന ബ്രാൻഡിലുള്ള ഒരു വിശ്വാസ്യത അത് കൂടുതൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. ജനത്തിന് പിണറായിയേക്കാൾ മോദിയെ വിശ്വാസയോഗ്യനായി അനുഭവപ്പെട്ടാൽ അതിൽ ഒരു തെറ്റും പറയാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വിഭാഗം അവർ PFI അടക്കമുള്ള സംഘടനകളോട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഒരു നിലപാടിൽ വളരെയധികം തൃപ്തി അറിയിച്ച ഒരു വിഭാഗം തന്നെയാണ്. ഇതും വോട്ട് ചോർച്ചയ്ക്ക് കാരണമായി തന്നെ വിലയിരുത്താവുന്നതാണ്. നിഷ്പക്ഷതയുടെ പേര് പറഞ്ഞുകൊണ്ട് CPM പലപ്പോഴും അനാവശ്യമായ കാര്യങ്ങളിൽ പോലും വല്ലാതെ പക്ഷം ചേരുന്ന ഒരവസ്ഥ അത് കേരളത്തിൽ നിരന്തരം കാണുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കണം ABP ന്യൂസ് എന്ന ദേശീയ മാധ്യമം ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്ത് കേരളത്തിൽ അവർക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്ന് പ്രവചിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്തായാലും ഈ കണക്കുകളെ ഒന്നും ട്രോൾ ചെയ്തിട്ട് കാര്യമില്ല. ഈ കണക്കുകളൊക്കെ ഓരോ ഏജൻസികളും അല്ലെങ്കിൽ ഓരോ ദേശീയ മാധ്യമങ്ങളും തയ്യാറാക്കുന്നത് കൃത്യമായ പഠനത്തിനൊടുവിൽ തന്നെയാണ്. അങ്ങനെ ആ ദേശീയ മാധ്യമം അത്തരത്തിലുള്ള ഒരു കണക്ക് അതും 0 എന്ന് ധൈര്യം തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ കൃത്യമായ കാരണങ്ങൾ അവർ കണ്ടെത്തിയിട്ടുണ്ടാവണം. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് മാസപ്പടി അടക്കമുള്ള പിണറായി വിജയന്റെ കുടുംബത്തിൽ തന്നെ ബന്ധപ്പെട്ടിരിക്കുന്ന അഴിമതി കഥകൾ, അതിനോടൊപ്പം ഈ CPMന്റെ തന്നെ കുട്ടി സംഘടനകൾ നടത്തുന്ന അക്രമ രാഷ്ട്രീയം, വിദ്യാർത്ഥികളുടെ കൊലപാതകം, ഇതൊക്കെ തന്നെയും വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പ്രതിഫലനം വോട്ടിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.